ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജോബ് അലേർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറേ ജോബ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിന് താല്പര്യം ഉണ്ടെങ്കിലോ മറ്റാർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ ഒരു ജോബിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരാൾക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അത്രയും ആവട്ടെ. നമുക്ക് ഓൾറെഡി സ്റ്റാഫുമാരെല്ലാം ഉണ്ട്, എങ്കിലും കുറച്ച് നമുക്കിപ്പോൾ സീസൺ ആകുമ്പോൾ തിരക്ക് കൂടുമല്ലോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്കും കുറച്ചുകൂടെ നമുക്ക് ആൾക്കാരെ വേണം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ടീമിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ. 2 വീലർ ഓടിക്കാൻ അറിയാവുന്നവർ ആയാലും മതി, 4 വീലറും 2 വീലറും ഓടിക്കാൻ അറിയാമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒരു നല്ല സംസാരിക്കാൻ സ്കില്ലുള്ള പിള്ളേരാണെങ്കിൽ അത്രയും ഒരു 10 പേരെയാണ് നമ്മളിപ്പം കണക്കൂട്ടിയിരിക്കുന്നത്. നമുക്കങ്ങനെ മാർക്കറ്റിങ്ങിന് വലിയ പിള്ളേരോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇതുവരെയും. അപ്പോൾ ഇപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് മാക്സിമം ആർക്കെങ്കിലും മാർക്കറ്റിംഗ് നല്ലതായിട്ട് സംസാരിച്ച് കസ്റ്റമറുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും അതിൻ്റെ പാക്കേജും ഒക്കെ നമ്മൾ ഓരോ ഇതനുസരിച്ചിട്ട് കൂട്ടിയൊക്കെ തരുന്നതായിരിക്കും. നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും നമ്മൾ അതനുസരിച്ചുള്ള കറക്റ്റ് ചെയ്ത് കൊടുക്കും. സാലറിയും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മുടെ HR തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് റണ്ണിങ് ഫ്ലോറിലേക്ക് നല്ല മിടുക്കരായിട്ടുള്ള ആൺപിള്ളേരെയാണ് മെയിൻ വേണ്ടത്. കാരണം റണ്ണിങ് എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു പാടുള്ള നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനൊക്കെ. അപ്പോൾ നന്നായിട്ട് റണ്ണിങ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരാം, എങ്കിലും മുൻഗണന ആൺകുട്ടികൾക്ക് തന്നെ. ഹോസ്റ്റൽസ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് നല്ല ഹോസ്റ്റൽ സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡും എല്ലാം നിങ്ങൾക്ക് നല്ല സൗകര്യമുണ്ട് താമസിക്കാൻ. അപ്പോൾ അതെല്ലാം പറ്റും. അപ്പം റണ്ണിങ്ങിലേക്ക് കേട്ടോ, ഫ്ലോർ മാനേജർ ബേസിലായാലും വരാലെ ഈ സൂപ്പർവൈസർ എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നിട്ടുള്ള പിള്ളേർക്കായാലും വരാം. ഫ്ലോർ മാനേജർ തന്നെ വേണമെന്നൊന്നുമില്ല. തൽക്കാലം നമുക്ക് റണ്ണിങ്ങിലേക്ക് ഫ്ലോർ മാനേജർ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം നല്ലതായിട്ട് അറിയാവുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ഇതിലേക്ക് അവനെ ഫുഡ് വെയർ, അതായത് ചെരുപ്പിൻ്റെ എന്തെങ്കിലും നിന്ന് പരിചയമുള്ള കുട്ടികളുണ്ടെങ്കിൽ, സ്മാർട്ടായിട്ടുള്ളവരെങ്കിൽ വരാം. ഓൾറെഡി നമുക്ക് പിള്ളേരുണ്ട്, എങ്കിലും 2-3 പേരെയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഫുഡ് വെയറിലും ഫാൻസിയിലും നിന്ന് പരിചയമുള്ളവർക്ക് വരാം. ഫാൻസി സെപ്പറേറ്റ് ആണോ, ഫാൻസിക്കകത്ത് നിന്ന് പരിചയമുള്ളവർക്ക് വരാം. അപ്പോൾ അതിലേക്കും വേക്കൻസി ഉണ്ട്. പിന്നെ അടുത്തത് ചുരിദാർ മെറ്റീരിയൽ, അതായത് നമ്മുടെ ലേഡീസിൻ്റെ എല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ, റെഡിമെയ്ഡ് അറിയാം, എല്ലാം ഒറ്റ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസാണ്. അങ്ങനെയുള്ള ഐറ്റംസിൽ നിൽക്കുന്നിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ, ഹോസ്റ്റൽ പിള്ളേരാണ് മെയിൻ നമുക്ക് കേട്ടോ. ഹോസ്റ്റലിന് നല്ല സൗകര്യത്തോട്, ലേഡീസിനാണെങ്കിൽ നല്ല സൗകര്യം, ജെൻസിനും ഉണ്ട്, എങ്കിലും ഞാൻ ലേഡീസിൻ്റെ കാര്യം പറയും. ഞാൻ എപ്പോഴും അവിടെ പോകുന്നതായതുകൊണ്ട് പറയാണ്, ലേഡീസിനൊക്കെ നല്ല സൗകര്യത്തിനോട് കൂടിയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മൾ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്റ്റലാണ് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടേക്ക് നിങ്ങൾക്ക് വരാം. ദൂരെ നിന്നൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക. ഇൻ്റർവ്യൂ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കറക്റ്റ് ചെയ്യാറുണ്ട്. രാവിലെ 10:30 തൊട്ടിട്ട് നമുക്കൊരു വൈകുന്നേരം ഒരു 5:30-6 മണി വരെ ഇൻ്റർവ്യൂ ഇവിടെ HR-ൻ്റെ ക്യാബിനിൽ കാണും. നിങ്ങളിങ്ങ് വന്നാൽ മതി. പിന്നെ എന്താ പറയുക, അടുത്ത ഫാഷൻ ഡിസൈനർ കേട്ടോ. ഫാഷൻ ഡിസൈനർ മസ്റ്റാണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ വരണം. കാരണം എനിക്ക് പുതിയ മോഡൽസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ പാറ്റേണും എൻ്റെ മാത്രം ഇതിൽ വരാതെ, ഇപ്പോൾ ഇത് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതായി എൻ്റെ ഈ കോഡ് സെറ്റ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുകൾ തെളിയിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വെഡ്ഡിങ് കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഫാഷൻ ഡിസൈനർ എന്ന് ഉദ്ദേശിക്കുന്നത്. വിത്ത് VM കൂടെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. VM കൂടെ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ ഫാഷൻ ഡിസൈനറായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ലതാണെങ്കിൽ നല്ല പാക്കേജ് കൂടി നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമ്മളൊരു 1 ഇയർ നോക്കുമല്ലോ, 1 മന്ത് നമ്മൾ നോക്കുമല്ലോ നിങ്ങൾ എത്രത്തോളം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മൾ പാക്കേജിൽ മാറ്റങ്ങൾ വരുത്തിത്തരും കേട്ടോ. പിന്നെ ടെലികോളിംഗ് മസ്റ്റാണ്. സംസാരിക്കാൻ കഴിവുള്ള ടെലികോളിംഗ് കുട്ടികളെ നമ്മൾ ക്ഷണിക്കുകയാണ്. അത്യാവശ്യം അതിന് +2 യോഗ്യത മാത്രം മതി. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അതിൽ ഓക്കെയാണ്, പക്ഷെ സംസാരിക്കാൻ നന്നായിട്ട് സ്കില്ല് വേണം അല്ലേ. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് എത്രയോ പേർക്ക് നല്ല ബുദ്ധിയുള്ള പിള്ളേരുണ്ട്, ഒരുപാട് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള. അപ്പോൾ അവർക്കായാലും വരാം. ടെലികോളിംഗ് ആണ്. എല്ലാവരായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റണം. പിന്നെ CRE കുട്ടികളുണ്ടല്ലോ, CRE പിള്ളേർ. CREലെന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് വരുമ്പോൾ അവരോടൊപ്പം കയറി പോകാൻ, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന CRE കുട്ടികൾ. അതും ഈ പറഞ്ഞ കൂട്ട് മെയിൻ സംഭവം സംസാരിക്കാനുള്ള ഒരു കാലിബർ വേണം. അത്രയേ ഉള്ളൂ. ഇച്ചിരി സ്മാർട്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രയുണ്ട്, നിങ്ങൾക്കൊരു ജോബ് കിട്ടുകയാണ് വരിക. നിങ്ങൾക്ക് അതിനും നമ്മൾ ഈ CRE കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഇൻസെൻറ്റീവ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ സ്കില്ലനുസരിച്ച് അവർ ചെയ്യുന്ന ജോബിനനുസരിച്ച് അവർക്ക് നമ്മൾ ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓരോ മാസമായിട്ട് അല്ലേ. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ കഴിവ് തെളിയിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സാലറിയിലൊക്കെ വ്യതിയാനങ്ങൾ വരുത്തി നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഡേറ്റ എൻട്രി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കും. ഡേറ്റ എൻട്രി അറിയാവുന്ന ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്കും വരാം. ഡേറ്റ എൻട്രി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഇൻവെൻട്രിയിലേക്കാണ് മോനെ.
വെബ്സൈറ്റും കറക്റ്റ് ചെയ്യുക. അത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആഡ് ചെയ്യുന്നത്, അതല്ലേ ഉദ്ദേശിച്ചത്? വെബ്സൈറ്റ് വീഡിയോസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ അറിയാം. അതൊന്നും പാടൊന്നുമില്ല, ഞാൻ പോലും ചെയ്യും കേട്ടോ. നിസ്സാരമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ജോബാണ്. ഡേറ്റ എൻട്രി പഠിച്ചാൽ മതി. എൻ്റെ വെബ്സൈറ്റിലേക്ക് വേണമെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള നല്ല കഴിവുള്ളവരാണെങ്കിലും വരാം കേട്ടോ. വെബ്സൈറ്റിലേക്ക് വേണ്ടി പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെയൊക്കെ കഴിവുകൾ തെളിയിക്കാൻ പറ്റും. പിന്നെ വേറെ ഇനി എന്തെങ്കിലും വിട്ടുപോയത്, വെഡ്ഡിങ് ഫ്ലോറിലേക്ക് വെഡ്ഡിങ് സാരീസ് നന്നായിട്ട് നോക്കാൻ, സാരി നന്നായിട്ട് ചെയ്തറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ വെഡ്ഡിങ് സാരിയിലേക്ക് വരാം കേട്ടോ. അതുപോലെ ലെഹങ്കയും കൈകാര്യം ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ വരാം. ജെൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ, കാരണം ജെൻസിനാകുമ്പം ഗോഡൗണിലൊക്കെ ഇന്ന് പോയി സാധനം എടുത്തുകൊണ്ട് വരണമെങ്കിൽ അവന്മാരാകുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് ലേഡീസിൻ്റെ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല, നമുക്ക് ലേഡീസിന് അതിൻ്റേതായ ഒരിതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം സ്മാർട്ട് പിള്ളേരാണ്, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് വേണം. ഓരോ കാര്യങ്ങൾ വരും തോറും നമുക്ക് എന്താ പറയുക, കസ്റ്റമർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. മാഷാഅല്ലാ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങൾക്കും എന്താ പറയുക സപ്പോർട്ടൊക്കെ കൊണ്ട് നമുക്ക് കസ്റ്റമർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് സ്റ്റാഫന്മാരുടെ എണ്ണത്തിലും മാറ്റങ്ങൾ വരുത്തണമല്ലോ. പിന്നെ നീ എന്തൊക്കെയാ ഉള്ള, വേറെ എന്താ? വീഡിയോഗ്രാഫർ വേണ്ടേടാ. വീഡിയോഗ്രാഫർ എന്ന് വെച്ചാൽ ക്യാമറ മാത്രം കൈകാര്യം ചെയ്യുന്നവരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മൊബൈലിൽ അത്യാവശ്യം നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന പിള്ളേരുണ്ടെങ്കിൽ, സ്കില്ലുള്ള പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം കേട്ടോ. കാരണം നമുക്ക് അന്ന് തൊട്ട് നമ്മൾ ഇന്ന് വരെ ശ്രീകുട്ടനാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാണ് ഇപ്പോൾ വീഡിയോയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ ആരെങ്കിലും കൂടെ ഒക്കെ വേണ്ടേ? ചിലരൊക്കെ വന്നാലും നമുക്ക് പറ്റാത്ത ആയിപ്പോവും ചിലർ വരും. അതായത് നമുക്ക് നിൽക്കാൻ പറ്റുന്ന അറിയാമല്ലോ, നമ്മുടെ ഒരു ടേസ്റ്റും നമ്മളുമായിട്ട് നിൽക്കാൻ, നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളൊക്കെയാണ് ഏറ്റവും സന്തോഷം. അതൊക്കെ എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നവരായിരിക്കും വീഡിയോഗ്രാഫറും എഡിറ്ററും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ. പിന്നെ അതുപോലെ അക്കൗണ്ട്സിലേക്കും നമുക്ക് നല്ല കാലിബറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിലേക്ക് പറ്റുന്ന നല്ല ആരെങ്കിലും, അതായത് കുറച്ച് നാൾ നിന്നൊരു എക്സ്പീരിയൻസ് ആണ്. അക്കൗണ്ട്സിൽ നമുക്ക് ഓൾറെഡി പിള്ളേരുണ്ട് എങ്കിലും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറ്റുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ, നന്നായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. അതാണ് അത്രയും നമുക്ക്, കാരണം നമ്മൾ ഓരോ മാറ്റങ്ങൾ വരും തോറും നമുക്ക് എല്ലാത്തിലും ഒരു എന്താ പറയുക മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാലിബറായിട്ട് വരുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അക്കൗണ്ട്സിലേക്ക് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഓരോരോ കാറ്റഗറി, ഇൻവെൻട്രി പറഞ്ഞു, അക്കൗണ്ട്സ് പറഞ്ഞു, പിന്നെ റണ്ണിങ് മെറ്റീരിയൽ പറഞ്ഞു, CRE പറഞ്ഞു, പിന്നെന്താ ടെലികോളിംഗ് പറഞ്ഞു, വെഡിങ്. ഇപ്പം നോക്കുമ്പോൾ എല്ലാത്തിലേക്കും വേണം അല്ലേ? കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണമെന്ന്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ദൂരെ നിന്നൊക്കെ കുട്ടികൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് നമ്മുടെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്. മിക്കവാറും നമ്മൾ വീഡിയോ കോൾ അപ്പോയിൻമെൻ്റ് ആണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഏത് സ്ഥലത്ത് വെച്ച് നമ്മൾ ഇൻ്റർവ്യൂ കൂടണമെന്നുള്ള നിങ്ങളൊരു അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് നമുക്ക് ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമും കൂടെ വന്നിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ നടത്താം. ഒന്നെങ്കിൽ എവിടെ, മലപ്പുറത്ത് വേണോ, കോഴിക്കോട് വേണോ, തൃശ്ശൂർ വേണോ, പാലക്കാട് വേണോ, പിന്നെ ഏതാ പെരിന്തൽമണ്ണ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് കൂടുതലും വരുന്നത്. ട്രിവാൻഡ്രം വേണമെങ്കിൽ അതും ആവാം കേട്ടോ. എങ്കിലും കൂടുതൽ എനിക്ക് തോന്നുന്നു വയനാട്ടിലെ പിള്ളേരൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലും. കുറച്ചുകൂടെ നമ്മുടെ ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. ഇപ്പം ലക്ഷദ്വീപിൽ നിന്നൊക്കെ പിള്ളേർ നമുക്ക് സ്റ്റാഫുമാരായിട്ടുണ്ട്. അവരൊക്കെ നല്ല സ്മാർട്ടാണ് കേട്ടോ. അവർക്കൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എനർജി കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എവിടെ വരണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെറ്റിങ്സ് ചെയ്യാം. നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് മാക്സിമം ഈ വീഡിയോസ് ആർക്കാന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാരണം ഒരാൾക്കൊരു ജോബ് ആവുകയാണെങ്കിൽ അത്രയും ആവട്ടെ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വേറെ പ്രത്യേകിച്ച് വേറെ ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ജോബ് വേക്കൻസി? എല്ലാം കാണും. നിങ്ങൾ വിളിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന കഴിവനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി നമ്പറൂടെ കൊടുത്തേക്കണേ മോനെ. എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചു ഒരുപാട് പേര് പറയാറുണ്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വിളിക്കാറില്ല, കാണാറില്ല എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും കാരണത്താലായിരിക്കും വിട്ടുപോകുന്നത്. ഈ തവണ നമ്മൾ അങ്ങനെ വിളിക്കാതിരിക്കില്ല. നിങ്ങൾ എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ നോക്കുക.